എന്തായാലോ വൈകുന്നേരം ആയപ്പോൾ ഉമ്മാക്ക് സേമിയ പായസം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് സേമിയ ഇരിപ്പുണ്ടായിരുന്നു. അവർക്ക് എന്തായാലും പായസം ഉണ്ടാക്കാം, എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി. എനിക്ക് പായസത്തിനോട് വലിയ കമ്പം പോരാ കേട്ടോ. അങ്ങനെ നട്ട്സൊക്കെ വറുത്ത് നമ്മുടെ സേമിയൊക്കെ ഒന്ന് വറുത്ത് ഒരു പാലൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് അതൊന്ന് കുറുകാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേക്കിനും എനിക്ക് ഉമ്മിച്ച് ഒരു സംഭവം ഉണ്ടാക്കി തരുമായിരുന്നു. സേമിയ വിരകിയതെന്നാണ് അതിന് പറയണത്. അതായത് നമ്മുടെ പച്ചവെള്ളത്തിലൊക്കെ വേവിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ അതൊന്ന് പച്ചവെള്ളത്തിൽ വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേക്കിനും നമ്മുടെ പായസം റെഡി ആയപ്പം നട്ട്സൊക്കെ ഇട്ട് പിന്നെ അതൊന്ന് കുറുകാൻ വേണ്ടി വെച്ചു. ആ ഒരു സമയം കൊണ്ട് ഈ ഒരു പച്ചവെള്ളത്തിൽ കിടന്ന് നല്ല വെന്ത് പിന്നെ നല്ല പഞ്ചസാരയൊക്കെ ചേർത്ത് നല്ലോണം ഇളക്കി ആ ഒരു നെയ്യ് കിടന്ന് നല്ല മൂത്ത് വന്ന ആ ഒരു സേമിയ വിരകിയതും റെഡിയായി. അങ്ങനെ ആ ഒരു പായസവും പിന്നെ ആ ഒരു സേമിയ വിരകിയതുമായിട്ട് ആ ഒരു വൈകുന്നേരം ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ. ഈ സേമിയ വിരകിയതിൻ്റെ റെസിപ്പി ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. നല്ല അടിപൊളി ഡിഷാണ്. എനിക്ക് തോന്നുന്നു ചിലവരൊക്കെ കഴിച്ചിട്ടുണ്ടാവും, ഇതിൻ്റെ ടേസ്റ്റും അറിയും. നല്ല നെയ്യിൽ മൂത്ത ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.